6 മണിക്ക് രാവിലെ 6 മണിക്ക് തുടങ്ങിയതാണ് ഇവരുടെ ഈ സേവനം. ആ സമയത്തൊന്നും അവർക്ക് ഭക്ഷണം ലഭിച്ചിരുന്നില്ല. അത് അവർ പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഭക്ഷണം എത്തിച്ചിരിക്കുന്നത്. ഹെലികോപ്റ്ററിലാണ് ഇപ്പോൾ ഭക്ഷണം എത്തിച്ചിരിക്കുന്നത്. ആ ഭക്ഷണ സാധനങ്ങൾ ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാവിലെ മുതൽ സന്നദ്ധ പ്രവർത്തകരും ഇന്ത്യൻ ആർമിയും എല്ലാം ചേർന്നുകൊണ്ട് സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരു വീട് മുഴുവനായും ചളി മൂടിക്കിടക്കുന്നൊരവസ്ഥയാണ്. അത് നീക്കം ചെയ്ത് അതിൻ്റെ കോൺക്രീറ്റ് തകർത്തുകൊണ്ട് അതിനിടയിൽ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. ഇപ്പോൾ കുടുംബത്തിലെ 5 പേരെ കാണാതായിട്ടുണ്ട്. അവർ ഈ കിടക്കുന്ന വീടിനുള്ളിലുണ്ടാകും എന്ന നിഗമനത്തിലാണ് ഇപ്പോഴുള്ളത്. അവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് അവരുടെ ഒരു ബന്ധു നേരത്തെ കൂടി നമ്മളോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ നിലംപൊത്തി കിടക്കുന്ന ഈ വീടിൻ്റെ കോൺക്രീറ്റ് പൊളിച്ചു മാറ്റിക്കൊണ്ട് അകത്ത് ആളുണ്ടോ എന്ന് നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകർ വീണ്ടും ആവശ്യപ്പെടുന്നത് അവർക്ക് കൂടുതൽ ആയുധങ്ങൾ ആവശ്യമാണ്. നിലവിൽ ഇപ്പോൾ ചുരുങ്ങിയ സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് അവർക്ക് ഈ കോൺക്രീറ്റ് തകർക്കാൻ സാധിക്കുന്നുള്ളൂ. മിതമായ ആയുധങ്ങളൊന്നും ആവശ്യമായ ആയുധങ്ങളില്ല എന്ന് സന്നദ്ധ പ്രവർത്തകർ തന്നെ പറയുന്നുമുണ്ട്. അവർക്ക് കൂടുതൽ ആയുധങ്ങൾ ആവശ്യമാണത് നീക്കം ചെയ്യാൻ എന്നും പറയുന്നു. അതിൻ്റെ ഒരു പരിമിതി ഉണ്ടെന്നാണ് അവർ പറയുന്നത്. കൂടുതൽ ആളുകൾ ഇവിടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി എത്തിയിട്ടുണ്ടെങ്കിൽ കൂടിയും അവരെ വലയ്ക്കുന്ന ഒരു വിഷയം എന്നത് ഇപ്പോൾ ഈ ആയുധങ്ങൾ മതിയായ കോൺക്രീറ്റ് പൊളിക്കുവാനോ ഇവ നീക്കം ചെയ്യുവാനോ മതിയായ ആയുധങ്ങൾ ലഭ്യമല്ല എന്നുള്ളതാണ്. സൗകര്യപൂർവമായ ആയുധങ്ങൾ ആവശ്യമാണ് എന്നാണ് ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്നത്. എങ്കിൽ മാത്രമേ വേഗത്തിൽ ഈ രക്ഷാപ്രവർത്തനങ്ങൾ അടക്കം നടത്താൻ സാധിക്കുകയുള്ളൂ എന്നും സന്നദ്ധ പ്രവർത്തകർ പറയുന്നു. മോശം കാലാവസ്ഥയെ പോലും വകവയ്ക്കാതെ ഈ മൂടിക്കിടക്കുന്ന ചളിയോ മണ്ണോ ഒന്നും തന്നെ വകവയ്ക്കാതെ സന്നദ്ധ പ്രവർത്തകർ ഇറങ്ങി ഈ ഞങ്ങളുടെ നാട്ടുകാരെ അല്ലെങ്കിൽ ഉറ്റവരെ കണ്ടെത്താനുള്ളൊരു തിരച്ചിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഏറെ ബന്ധുക്കളാണെങ്കിൽ പലരും തങ്ങളുടെ ബന്ധു എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാകുമെന്ന് കരുതി പലരും തിരഞ്ഞ് എത്തുന്നൊരവസ്ഥ. ഓരോ വീടുകളുണ്ടായിരുന്ന ഇടങ്ങളും ഈ പ്രത്യേകിച്ച് ഈ രക്ഷപ്പെട്ടു പോയവരും അതുപോലെ ഇവിടെ മുൻപേ താമസിച്ചിരുന്നവരുടെ ബന്ധുക്കളും അടക്കം എത്തിക്കൊണ്ട് ഓരോ സ്ഥലങ്ങൾ കാട്ടി ഞങ്ങളുടെ ബന്ധുവിൻ്റെ വീട് ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ അവർ ഉണ്ട് എന്ന് അവർ പറയുകയാണ്. മാറിയോ Samira! Samira! Samira!
ഒരു മിനിറ്റ്